മോണയുടെ ആരോഗ്യ പരിപാലനവും എന്ന വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിനെപ്പറ്റി നമ്മളോട് കൂടുതൽ സംസാരിക്കുന്നതിനായി നമ്മളോടൊപ്പം ഉള്ളത് ബാംഗ്ലൂർ ഇന്ദിരാനഗറിലെ സേവ്യേഴ്സ് ദന്തൽ ക്ലിനിക്കിലെ മോണരോഗ വിദഗ്ധൻ ഡോക്ടർ സിബി സേവ്യറാണ്. ഡോക്ടറെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. ഡോക്ടർ, ഈ സ്ത്രീകളും മോണരോഗങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സബ്ജക്റ്റ് തന്നെ ഉണ്ടല്ലോ, ഈ സ്ത്രീകളുമായിട്ട് എന്താണ് ഈ മോണരോഗം, അതിന് ഇത്ര ഇമ്പോർട്ടൻസ് എന്താണ്? മോണരോഗം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്. മോണരോഗം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ മോണയും പല്ലുമായിട്ടുള്ള കൃത്യമായ ബന്ധം അറിയില്ലാത്ത ആൾക്കാർ ഇഷ്ടംപോലുണ്ട്. ശരിക്കും മോണ പല്ലിനെ പൊതിഞ്ഞിരിക്കുന്നൊരു പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു ആവരണമാണ്. നമ്മൾ സാധാരണ കാണുന്ന മോണ എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ താഴെ ഏകദേശം ഒരു പിങ്ക് കളറിൽ പല്ലിനെ ചുറ്റി ഇങ്ങനെ പോകുന്ന ഒരു മ്യൂക്കോസ പോലെയുള്ളൊരു സംഭവമായിട്ടല്ല നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ, മോണയുടെ ഉള്ളിൽ പല്ലിൻ്റെ വേരിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു പെരിഡോണ്ടൽ മെംബ്രെയിൻ, അത് പല്ലിൻ്റെ സോക്കറ്റ്, അതായത് പല്ലിരിക്കുന്ന ആ യെല്ലോ ആയിട്ടുള്ള കണക്ഷൻ, ഈ പെരിഡോണ്ടൽ മെംബ്രെയിനും ഈ യെല്ലോ ആയിട്ടുള്ള കണക്ഷൻ, ഇങ്ങനെ എല്ലാം കൂടിയാണ് ഒരു പല്ലും മോണയും കലർന്ന ആ പെരിഡോണ്ടൽ കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മോണയ്ക്ക് സാധാരണഗതിയിൽ ചെറിയൊരു ഇൻഫെക്ഷൻ വരുമ്പം ചെറുതായിട്ട് മോണ ചുവന്ന് വരുന്നു, ചെറുതായിട്ട് തടിപ്പ് വരുന്നു. ഇതൊക്കെ ഒരു വളരെ മൈൽഡായിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ്. അതിന് ജിഞ്ചവൈറ്റിസ് എന്ന് പറയും. ആ ഒരു അവസ്ഥ റിവേഴ്സിബിളാണ്. നമ്മൾ പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കോസേറ്റീവ് ഫാക്ടർ മാറ്റിക്കഴിഞ്ഞാൽ, ചിലപ്പം കുറച്ച് ഇത്തിൽ കെട്ടി നിന്നാൽ, പിന്നെ പ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ് പദാർത്ഥം നമ്മൾ ബ്രഷ് ചെയ്ത് കളയുന്നില്ല എല്ലാ ദിവസവും, അത് നിന്നാലൊക്കെയാണ് ഈ ജിഞ്ചവൈറ്റിസ് ഉണ്ടാകുന്നത്. അപ്പം അത് ഒരു മോണയുടെ ഒരു രോഗാവസ്ഥ. വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്യൂട്ട് ഫേസ്, പെട്ടെന്ന് പോകുന്ന ഒരവസ്ഥ. കോസേറ്റീവ് ഫാക്ടർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്യാം. പിന്നെ വരുന്നതാണ് ക്രോണിക് പെരിഡോണ്ടൈറ്റിസ്. അത് സാധാരണ സംഭവിക്കുന്നത്, ഈ രോഗാവസ്ഥ നമ്മൾ ചികിത്സിച്ച് മാറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ കോസേറ്റീവ് ഫാക്ടർ മാറ്റുന്നില്ലെങ്കിൽ, അത് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുമ്പോഴേക്കും മോണ ഇവിടെ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ആ പെരിഡോണ്ടൽ കോംപ്ലക്സ് ഉണ്ടല്ലോ, പല്ലിൻ്റെ വേരിരിക്കുന്ന ആ മോണയുടെ ഉള്ളിലത്തെ മെംബ്രെയിനൊക്കെ അടങ്ങുന്ന ആ കോശങ്ങൾ, അതിനെ ബാക്ടീരിയൽ ഇൻവേഷൻ വഴി അതിന് നാശം സംഭവിക്കും. അപ്പോൾ പല്ലിന് ഈ എല്ലിൻ്റെ ഉള്ളിലുള്ള പിടുത്തം കുറഞ്ഞു വരും. അപ്പോൾ കാലക്രമേണ പല്ലിളകുന്നു. ഇത് വേദന കുറവുള്ള ആയതുകൊണ്ട് ഈ രോഗം പലപ്പോഴും ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത് ഞാൻ ആമുഖമായിട്ട് മോണരോഗത്തെക്കുറിച്ച് അല്പം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. ഇനി സ്ത്രീകളിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ത്രീകളിൽ ഹോർമോണൽ വേരിയേഷൻസ് മൂലം മോണയ്ക്കുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. ഏകദേശം സർവേ പ്രകാരം 38 മുതൽ 45% വരെ സ്ത്രീകളിൽ മോണരോഗം കണ്ടുവരുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലൊരു വേർതിരിവ് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഗർഭിണികളായ സ്ത്രീകളുണ്ടല്ലോ, അവർക്ക് എത്രത്തോളം ഈ മോണരോഗങ്ങൾ കണ്ടുവരുന്നുണ്ട്? ഗർഭിണികളായ സ്ത്രീകൾക്കും പലപ്പോഴും ഈ ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാവുമല്ലോ, അങ്ങനെ വരുന്ന സമയത്തും നമുക്ക് ഈ പറഞ്ഞ പോലെ മോണയ്ക്കുള്ള അസുഖങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ കെയർ ചെയ്യണം. ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ദന്തപരിപാലനത്തിൽ കൂടുതൽ ശ്രദ്ധ പോകുന്നതാണ് സ്ത്രീകൾ. അതാണ് ഇപ്പോൾ സ്ത്രീകളുടെ മോണയുമായി ബന്ധപ്പെട്ട പരിപാലനയെക്കുറിച്ച് നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത് വരുന്ന ടോപ്പിക്കിനത് പ്രധാനപ്പെട്ട പോയിന്റ്. അതിൻ്റെ വശങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ മോണയ്ക്കൊരു അസുഖമുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ നിൽഷിക്ക് അത് കേൾക്കുമ്പം ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് തോന്നിപ്പോവാം. പക്ഷേ സ്റ്റഡീസ് തെളിയിക്കുന്നതാണത്. മോണരോഗം മൂർച്ഛിച്ചിരിക്കുന്ന ഒരു സ്ത്രീക്കുണ്ടാകുന്ന കുഞ്ഞിന് മാസം തികയാതെ കുഞ്ഞ് ജനിക്കാനുള്ള സാധ്യതയുണ്ട്. ഓഹോ, അപ്പോൾ മാസം തികയാതെ ഒരു ബർത്ത് നടക്കാനുള്ള സാധ്യത വരെ മോണരോഗങ്ങളുടെ സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വളർച്ച പൂർണ്ണമായിട്ട് എത്താതെ കുഞ്ഞുണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ജനിച്ചു വീഴുന്ന കുഞ്ഞിനുണ്ടാകുന്ന ഡയബറ്റീസ് പോലത്തെ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. വളരെ റെയർ ആയിട്ട് മാത്രം നമ്മൾ കേട്ടിട്ടുള്ള, നമ്മളതിന്റെ കോറിലേഷൻ സ്റ്റഡി കൊണ്ടല്ലേ നമുക്ക് അറിയാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊരു പ്രാധാന്യം ഇതിനുള്ളത് കൊണ്ട്
ഇത് വളരെ ലളിതമായൊരു കാര്യമാണ്. ഒരു ആൾക്ക്, പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, സ്വന്തം മോണയുടെ ആരോഗ്യം പരിപാലിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ കഠിനമായ ഒരു ജോലിയല്ല. ഒരിക്കലും അല്ല. കൃത്യമായിട്ട് ബ്രഷ് ചെയ്യുക, പിന്നെ റെഗുലർ ചെക്കപ്പ് നടത്തുക, പിന്നെ മോണ ചുവന്നിരിക്കുകയോ മോണിൽ നിന്ന് രക്തം വരികയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സാവിധി അപ്പം തന്നെ തേടുക, അത് ചെയ്യുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പലപ്പോഴും ഈ ഗർഭസ്ഥാവസ്ഥയിൽ അല്ല ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ തീർച്ചയായും ഈ അതിന് മുന്നേ തന്നെ നോർമൽ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ തന്നെ മോണയുടെ പരിപാലനം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊരു പരിധി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഈ സിഗ്നിഫിക്കൻസ് പറഞ്ഞതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് മെൻസ്ട്രൽ ടൈമിൽ ഹോർമോണൽ ഇംബാലൻസ് വരുമ്പോഴേക്കും ചേഞ്ചസ് വരുമ്പോഴേക്കും ഒരു ജിഞ്ചവൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ലഘുവായിട്ടുള്ള മോണവീക്കം ഉണ്ടാവാറുണ്ട്. അത് റിവേഴ്സിബിളാണ്. അത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരികയും ചെയ്യും. അത് ആ മന്ത്ലി ആ ടൈമിനോടനുബന്ധിച്ച് മാത്രം ഉണ്ടാവും. ആ സമയത്ത് പല്ലുവേദന ഉണ്ടാവും. എങ്ങനെയാണ്? പല്ലുവേദന ഉണ്ടാവണം നിർബന്ധമില്ല. മോണയ്ക്ക് ചെറിയ തടിപ്പോ ചെറിയ ചുവപ്പ് നിറമോ അങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. മോണയ്ക്ക് ചെറുതായിട്ടുള്ളൊരു ചെറിയ മോണയ്ക്ക് പെയിൻ ഉണ്ടാവാനുള്ള. അതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അതിന് കോസേറ്റീവ് ഫാക്ടർ പലപ്പോഴും പല്ല് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാത്തായിരിക്കും. പല്ല് നമ്മൾ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? പല്ലിൻ്റെ ഈ മോണയും പല്ലും കൂടെ ചേരുന്ന ആ ജംഗ്ഷനിൽ ഉപരിതലത്തിൽ പറ്റിയിരിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പദാർത്ഥമാണ് പ്ലാക്ക് എന്നറിയപ്പെടുന്നത്. നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ എന്താ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ബ്രഷ് ചെയ്യുന്ന പല്ല് വെളുപ്പിക്കാനല്ലെന്നറിയാലോ. നോർമലി എല്ലാവരും പല്ല് വെളുപ്പിക്കാനാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ പല്ല് ബ്രഷ് ചെയ്യുന്ന പല്ല് വെളുപ്പിക്കാനല്ല. ആക്ച്വലി പല്ലിൻ്റെ സർഫസിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ സോഫ്റ്റ് ഡെബ്രീസിനെ ബ്രഷ് ചെയ്ത് കളയുക എന്നുള്ളതാണ് പ്രഥമമായ ഉദ്ദേശം. അപ്പോൾ ഈ ബ്രഷിങ് ശരിക്കും ചെയ്യുന്നില്ലെങ്കിൽ, ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് ബ്രഷ് ഓടിച്ച് പോയി ബ്രഷ് ചെയ്തും നമുക്കൊരു ആത്മവിശ്വാസം, വായിൽ കുറച്ച് പേസ്റ്റിൻ്റെ നല്ല ഗന്ധമൊക്കെ കിട്ടുമ്പോഴേക്കും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ കോൺഫിഡൻ്റ് ആയി. അതേസമയം അതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ആ പല്ല് ബ്രഷ് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. റുട്ടീനായിട്ട് അങ്ങ് പോവുകയാണ്. നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ പല്ലിൻ്റെ മുൻവശത്തും ഉള്ളിലും ചവച്ചരയ്ക്കുന്ന സർഫസിലും ബ്രഷിൻ്റെ ബ്രിസിൽസ് നല്ലോണം എത്തിക്കഴിഞ്ഞാൽ അവിടെ പ്ലാക്ക് ഡെപ്പോസിറ്റ് ഉണ്ടാവില്ല. നമ്മൾ പ്ലാക്കിനെ അവിടെ വിട്ടെന്നിരിക്കട്ടെ. പ്ലാക്ക് പലപ്പോഴും നമ്മുടെ ഈ പല്ലിൻ്റെ ഉൾവശങ്ങളിലാണ് നമ്മൾ പ്ലാക്ക് അധികം കാണുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബ്രഷ് അങ്ങോട്ട് എത്തിക്കാറില്ല ആളുകൾ. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് ഈ പ്ലാക്ക് കാൽസിഫൈ ചെയ്ത് പെട്ടെന്ന് തന്നെ കാൽക്കുലസ് ആയിട്ട് മാറും. ടാർട്ടാർ അവിടെ വന്നു കഴിഞ്ഞാൽ മോണയും പല്ലും തമ്മിലുള്ള ബന്ധത്തെ വിച്ഛേദിക്കാൻ വേണ്ടി ടാർട്ടാർ മതി. അപ്പോൾ ടാർട്ടാറിനെ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ ബ്രഷ് ചെയ്താൽ ടാർട്ടാർ പോവില്ല. അതിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പല ആളുകളും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയില്ല, ബോധർ ചെയ്യുകയില്ല. അപ്പം അവിടെ ഇൻഫെക്ഷനുള്ള സോഴ്സ് വരുവാണ്. എന്താണ്? ബാക്ടീരിയൽ ഡെപ്പോസിറ്റ്, ബാക്ടീരിയയുടെ കോളനി അവിടെ വരികയാണ്. അതുകൊണ്ടാണ് അപ്പം സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, നമ്മളിപ്പം സ്ത്രീകളുടെ ഒരു പരിപാടി ആയതുകൊണ്ട് നമ്മൾ അതിന് കുറച്ച് ഫോക്കസ് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പം ബ്രഷിങ് പ്രോപ്പറാക്കുക. കാൽക്കുലസ് വന്നു കഴിഞ്ഞാൽ, അതായത് കാൽക്കുലസ് എന്നും ടാർട്ടാർന്നും ഇത്തിൽ എന്നൊക്കെ പറയുന്ന ഈ പദാർത്ഥം പല്ലിൻ്റെ സർഫസിൽ പറ്റിപ്പിടിക്കുന്നത് കണ്ടാൽ ഉടനടി പ്രൊഫഷണൽ ക്ലീനിങ് ചെയ്യും. അപ്പോൾ ഈ മോണരോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനായി ഡോക്ടർ എന്താ നമുക്ക് എടുക്കാൻ പറ്റുന്ന പ്രിക്കോഷൻസ്? ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിനകത്ത് ബ്രഷിംഗ് ഉണ്ട്. രാവിലെയും വൈകുന്നേരവും വൃത്തിയായിട്ട് ബ്രഷ് ചെയ്യുക. പിന്നെ ഡെൻറ്റൽ ഫ്ലോസ് യൂസ് ചെയ്യുക. ഡെൻറ്റൽ ഫ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു നൂല് പോലത്തെ ഒരു സംഭവമാണ്. ഓക്കെ, ആ നൂല് അല്പം ഫൈബറസ് ആവും. അത് നമ്മൾ പല്ലിൻ്റെ രണ്ട് പല്ലിൻ്റെ ഇടയിലേക്ക് മെല്ലെ താഴേക്ക് വലിച്ചിറക്കുന്നു. എന്നിട്ട് നമ്മൾ രണ്ട് വശത്തേക്ക് അല്പം ചലിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിലുള്ള അഴുക്ക് പോയി കിട്ടും. അത് നമുക്ക് ബ്രഷ് എത്താത്തൊരു ഏരിയയാണത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ പറഞ്ഞപ്പം ഫ്ലോസ് പറഞ്ഞു, ബ്രഷിങ് എന്തായാലും വേണം. പിന്നെ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ, ഇപ്പം ഇഷ്ടംപോലെ സ്ത്രീകൾ സ്മോക്ക് ചെയ്യാൻ നമ്മൾ കാണാറുണ്ട്. സ്മോക്കിംഗ് കർശനമായിട്ട് നിർത്തുക. സ്മോക്കിങ് പല്ല് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് എന്താ പറയുക, തടസ്സമാകുന്നൊരു ഹാബിറ്റാണ്. അപ്പോൾ നമ്മൾ 2 നേരം ബ്രഷ് ചെയ്യുക, ദെൻ നമ്മൾ ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഫ്ലോസ് ചെയ്യുക, സ്മോക്കിംഗ് ഉള്ളവർ സ്മോക്കിംഗ് നിർത്തുക, പൂർണ്ണമായും ഒഴിവാക്കുക. പിന്നെ ഡെന്റൽ ചെക്കപ്പ് 6 മാസം ഒരിക്കൽ നടത്തുക. ഡെന്റിസ്റ്റിനെ ഒരു 6 മാസത്തിൽ ഒരിക്കൽ പോയി കാണുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ പുറത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് കാണാം. ഉള്ളിൽ എന്തെങ്കിലും നമുക്ക് പെയിനോ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ പോയി അതിൻ്റെ സ്കാനിങ് എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡെന്റിസ്റ്റ് അടുക്ക പോയി വായ തുറന്ന് നമ്മൾ കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാൽ ഡെന്റിസ്റ്റിൻ്റെ എല്ലാ മൗത്ത് മെറ്ററും പ്രോബും വെച്ച് തന്നെ മിക്കവാറും നമ്മുടെ വായിലത്തെ ഹെൽത്ത് കണ്ടീഷൻസ് എല്ലാം
ഒരു ഡെൻറ്റിസ്റ്റിന് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. സാധിക്കും. അപ്പോൾ പിന്നെ അത്രയും സിമ്പിളായിട്ടൊരു പ്രൊസീജിയറിൽ കൂടി ഈ പറഞ്ഞ ഇഷ്യൂസൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതെന്തിനാണ് നമ്മൾ വെച്ച് താമസിപ്പിച്ച് നെക്സ്റ്റ് ലെവലിലേക്ക് പോയി ജിഞ്ചവൈറ്റിസ് വന്നു, അല്ല പിന്നെ ക്രോണിക് പെരിഡോണ്ടൈറ്റിസ് വന്നു, അങ്ങനത്തെ ഇഷ്യൂസിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രിവെൻഷൻ ഒറ്റ നടപടിയേ ഉള്ളൂ. പ്രോപ്പറായിട്ടുള്ള ഓറൽ ഹെൽത്ത് ഹാബിറ്റ്സ് ഈ പറഞ്ഞ പോലെ മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ ഒരു ശീലമാക്കുക. സംശയം ഉണ്ടെങ്കിൽ പ്രൊഫഷണലിനെ കാണുക, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഡോക്ടർ ആദ്യമേ പറഞ്ഞല്ലോ ഈ ഗർഭിണികളുടെ മോണരോഗങ്ങളെ പറ്റി, അത് ഗർഭസ്ഥ ശിശുവിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യത്തെ പറ്റി. അതെങ്ങനെയാണ് ഡോക്ടർ അത് അഫക്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ ഒരു പോസിബിലിറ്റീസ് എങ്ങനെയാണ്? അതായത് ഈ മൂർധന്യതയുള്ള മോണരോഗം, ക്രോണിക് പെരിഡോണ്ടൈറ്റിസ് ഉള്ള ഒരു ആളുടെ രക്തചംക്രമണത്തിൽ ഈ ബാക്ടീരിയൽ ഫ്ലോ വരും. ഓക്കെ, അങ്ങനെ ഡയറക്റ്റ്ലി ഇതിനെ നമ്മുടെ ഗർഭസ്ഥ ശിശുവിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ വഴി നമുക്ക് ഈ ബാക്ടീരിയ എത്തി ഗ്രോത്തിനെ ഒക്കെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യാനും വേറെ അങ്ങനത്തെ ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കാൻ, നേരത്തെ പറഞ്ഞ പോലത്തെ ഓരോ പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ ഒരു ഇൻഫ്ലമേറ്ററി ഏരിയ എന്നുള്ള അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് അതും നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാക്കും. ഈ രണ്ട് അതിൻ്റെ ഡെപ്തിലേക്ക് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ ബേസിക്കായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ രണ്ട് സംഗതികളുമാണ് ഗർഭസ്ഥ ശിശുവിനെ ഈ മോണരോഗവുമായി ബന്ധപ്പെട്ട് അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഡോക്ടർ വളരെ റെലവൻ്റ് ആയിട്ടുള്ള, കാരണം പ്രേക്ഷകർക്കും എസ്പെഷ്യലി സ്ത്രീകൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡോക്ടർ ഞങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ഡോക്ടർ അതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു സബ്ജക്റ്റ് വളരെ യൂസ്ഫുൾ ആയി എന്ന് കരുതിയാണ്, പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകൾക്കും ഇത് വളരെ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഹെൽത്ത് സെഗ്മെൻറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.